2.5 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഇത് നല്ലോണം ഒന്നാണ് കഴുകിക്കാണ്ട് വെള്ളം പാർന്നിട്ടെ. പിന്നെ എൻ്റെ കയ്യിന് ഒരു പിടി ഉഴുന്ന്, അതിൽക്കിതാ ഒരു 2 സ്പൂൺ ഉലുവി, തോന ഉഴുന്നൊന്നും വേണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പിടി ഉലുവ് പിന്നെ ഉഴുന്ന് മതി. ഒരു പിടി വേണ്ട, ഇനി 2 സ്പൂൺ ഉഴുന്ന് ആയാലും മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാലും ഇഡ്ഡലി നന്നാവാറുണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്നട കഴുകിക്കാണ്ട് വെള്ളത്തിലിട്ടേക്കുക കേട്ടോ. പിന്നെ ആ വെള്ളത്തിലിട്ട വെള്ളം കൂടെ തന്നെയാണ് അരക്കണത്. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കലില്ല. ഒരു 1.5 ഞാൻ വെള്ളത്തിലിട്ടത്. നല്ലോണം കഴുകിയാണ് വെള്ളത്തിലിട്ടാൽ ആ നല്ല വെള്ളം പാർന്ന് പിന്നെ ആ വെള്ളം തന്നെ മതി അരിയാൻ. നല്ല വെള്ളം പാർന്നിട്ടാൽ 4:30 ആയപ്പോൾ ഞാൻ ഈ അരി അരച്ചെടുത്തിട്ടത്. അരി അരച്ച വീഡിയോ ഒക്കെ ഉണ്ടായിനി, അതൊന്നും ഇപ്പോൾ കാണാനില്ല ഞങ്ങളെ. അരി ഇപ്പോൾ ആദ്യം ഞാൻ അരിയാണ്ട് അരച്ചു. അരി നമ്മൾ നല്ല നെയ്യപ്പത്തിൻ്റെ തരിയൊക്കെ അല്ലേ, ആ തരി പോലെ അരി ഇങ്ങോട്ട് അരച്ച് വെള്ളം ചേർക്കാതെ നമ്മൾ ആ വെള്ളത്തിലിട്ട വെള്ളം തന്നെ. പിന്നെ മണിക്ക് തുള്ളിയിട്ട് അത് കറങ്ങാനുള്ള വെള്ളം മതി, അത് അരച്ച് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ആ ഉലുവയും ഉഴുന്നും അതിലേക്ക് ഒരു പിടി ചോറ്, ഒരു പിടി ചെല്ല 1 ഗ്ലാസ് ചോറുണ്ട്, 1 ഗ്ലാസ് ചോറുണ്ട്, ഒരു പിടിയല്ല, 1 ഗ്ലാസ് ചോറും 2.5 ഗ്ലാസ് അരിയും ഒരു പിടി ഒരിത്തിരി ഉഴുന്നും 2 സ്പൂൺ ഉലുവയും. ആ ചോറും ഉലുവയും ഉഴുന്നും കൂടെയും കൂട്ടിയിട്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് അരച്ചിട്ടോ. അത് നല്ലോണം അരിഞ്ഞ്, മറ്റത് തരിയോടുക്കനെ അരിഞ്ഞ്, അതാദ്യം അരച്ചൊഴിച്ചതിൻ്റെ ശേഷമാണ് മറ്റേ ചോറും ഉഴുന്നും ഉലുവയും കൂടി ഞാൻ നല്ലോണം അരച്ചത്. അതിലും വെള്ളം ചേർക്കരുത്. നമ്മൾ ആ വെള്ളത്തിലിട്ട വെള്ളം, ഈ മാവ് ഇങ്ങനെ മിക്സിയിൽ കിടന്നിങ്ങനെ കറങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കറങ്ങണില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചിട്ട് ഈ ആദ്യം അരച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കുക. ആ വീഡിയോ ഒക്കെ ഉണ്ടായിനി, അതൊക്കെ പോയി. നല്ലോണം അങ്ങോട്ട് കയ്യിലോണ്ട് നല്ലോണം ഇളക്കിയാൽ മതി. കൈ കൊണ്ടൊന്നും ഇളക്കണ്ട, കൈ കൊണ്ട് ഇളക്കിയില്ലെങ്കിൽ നല്ലോണം കയ്യിലോണ്ട് അങ്ങനെ കുറേ നേരം ഇളക്കിയിട്ട് വെച്ച് മതി. പിറ്റേന്ന് നേരം വെക്കുമ്പോൾ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങിയാണ്. നല്ല ഇഡ്ഡലിയേനി കേട്ടോ. പിന്നെ ദൈക്കൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ചിട്ടൊരു സാമ്പാർ, ചെറുള്ളിയും താളും ഇതൊക്കെ കഴുകി വെച്ചതാട്ടോ. തക്കാളി, ഒരു സവാളി, 2 ചേമ്പത്തിൻ്റെതും. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇട്ടത്. സാമ്പാറൊക്കെ അന്ന സാധനം പിന്നെ കഷ്ണമൊന്നുമില്ല, എന്താ വീട്ടിലുള്ള വെച്ചാൽ അതുകൊണ്ടൊക്കെ സാമ്പാറൊക്കെ. പിന്നെ ഞാൻ അതിലേക്ക് സാമ്പാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള സാമ്പാറിൻ്റെ അതേ രുചി തന്നെയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് അങ്ങനെ ഒരു 2-3 വിസിലരിച്ച് പരിപ്പ്, നമ്മളെ പായസം വെക്കണ ചെറുപയർ പരിപ്പാട്ടോ, ഏത് പരിപ്പായാലും മതി. പിന്നെ അത് അതിക്കിടുന്ന ഒരു കഷ്ണം കായാണ്, 2 പച്ചമുളകും. വിസലൊക്കെ അടിച്ച് 3 വിസലടിച്ചപ്പോൾ നമ്മളെ സാധനമൊക്കെ ലോ വെന്തിന്. ഇനി വറവിടുക ചെയ്യണത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വറവിട്ടാൽ തന്നെ നല്ല സാമ്പാറിൻ്റെ അതേ രുചിയാണ്. വെളിച്ചെണ്ണ, സാമ്പാർ പൊടിയൊന്നും ഞാൻ ചേർക്കല്. അതിലേക്ക് ഉലുവയാണ് ഇട്ടത്. ഉലുവ ഇട്ടെടുത്തിട്ട് പിന്നെ അതിൻ്റെ കടുക് ഇട്ടെടുത്ത് പിന്നെ നല്ല ജീരകമാണ് ഇത് കേട്ടോ, നല്ല ജീരകം അതിട്ടെടുത്ത് കറിവേപ്പിൻ്റെ അരിയും വറ്റൽ മുളകും കായം പിന്നെ അതിലിട്ടത് കൊണ്ട് പിന്നെ ഇടണമെന്നൊന്നുമില്ല. ആണെങ്കിൽ ഇട്ടുകൊടുക്കും ചട്ടപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില. ഇതാ മസാല ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കറി അടുപ്പത്ത് വെച്ചപ്പോൾ. ഏകദേശം 1 സ്പൂൺ മല്ലി,
നോക്ക്. തീ ഓഫാക്കണം കേട്ടോ അപ്പോത്തിന്, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവും. ഇതിലിങ്ങനെ കറങ്ങും. ചട്ടി ചെറിയ തീച്ച് കുറച്ചിട്ടുള്ളൂ കേട്ടോ, കുറച്ചിട്ടുള്ളൂ. ഇതൊന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ വഴറ്റി കൊടുത്ത് നല്ലൊരു മണം വരും. ഇതന്നെ സാമ്പാറിൻ്റെ ഒരു മണം. നല്ല ഈ ഉലുവയും ജീരകവും കടകും കറിവേപ്പിൻ്റെ ഇലയും കുറ്റൽമുളകൊക്കെ പാടക്കുക. സാമ്പാർക്കും ദോശയ്ക്കും ഒക്കെ ചോറുക്കൊക്കെ പറ്റും. നല്ല അടിപൊളി സാമ്പാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ. സാമ്പാർ പൊടി ഒന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള സാമ്പാർ. ഞാൻ ഇങ്ങനെ തന്നെ സാമ്പാർ ഉണ്ടാക്കൽ. ഈ ചായ കുടിക്കാം കേട്ടോ. സാമ്പാർ ഉണ്ട്. നമ്മുടെ ഇഡ്ഡലി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. പിന്നെ ഉച്ചക്കൊക്കെ ഇഡ്ഡലിയിൽ എൻ്റെ അരി അരക്കണമോ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ പറഞ്ഞില്ല, അതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. നല്ല രസമാണ്. കുറേ ഉഴുന്നൊന്നും വേണ്ട ഇഡ്ഡലി ഉണ്ടാക്കാൻ. 2 സ്പൂൺ ഉഴുന്നിട്ട് കാണും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കലുണ്ട് കേട്ടോ, എന്നാലും നന്നാവും. പിന്നെ ചേമ്പിൻ്റെ കൂട്ടാനാണ് എനിക്ക് ഒന്ന് വറവിട്ട് വെച്ച്. ഉച്ചക്കൊക്കെ ഉള്ളത് കൂട്ടാൻ ഇതന്നെയാണ്. ചേമ്പ് ഇതിവിടെ ഉള്ള ഇഷ്ടം പോലുള്ളൊരു സാധനമാണ്. ചേമ്പും തള്ള, ചേമ്പും വിത്ത്. ഇപ്പം ഇത് നല്ലോണം വേവുന്നുണ്ട്. കറിക്കൂട്ടാൻ